അത് ശരി. അമ്മിയിൽ അരയ്ക്കാൻ പറഞ്ഞിട്ട് മിക്സിയിലാണോ അരയ്ക്കുന്നത്? എങ്ങനെ ഉണ്ടാക്കിയാലും ചമ്മന്തി ആയ പോരെ. അവർക്ക് വട്ടാ ചമ്മന്തി കഴിക്കാൻ പറ്റിയ സമയം, അതും അമ്മിയില് നടന്നത് തന്നെ. അങ്ങനെയൊന്നും പറയരുത്. അവർക്ക് വയ്യാത്തോണ്ടല്ലേ, അല്ലെങ്കിൽ അവര് നിന്നെ ബുദ്ധിമുട്ടിക്കോ? അതെ, അഭിപ്രായം ഒന്നും ഞാൻ ചോദിച്ചില്ല. അപ്പുറത്തെങ്ങനെ പോയിരിക്കും. ഞാനിതൊന്ന് ഉണ്ടാക്കിക്കോട്ടെ. ഓ ആയിക്കോട്ടെ, നല്ലോണം ഉണ്ടാക്കണേ. ചേച്ചിക്ക് കഴിക്കാനുള്ളതാ. എടി, എന്റെ ചമ്മന്തി ഒന്ന് കഴിച്ചു നോക്കണം. പൊങ്ങച്ചം പറയാണെന്ന് വിചാരിക്കരുത്, അത്രയ്ക്കും സൂപ്പറാ. വിരല് കടിക്കും. ചേച്ചിയുടെ ഭാഗ്യം. ചേച്ചി, ഇതേ ചമ്മന്തി ഉണ്ടാക്കി. അമ്മിയിലല്ലേ മോളെ അരച്ചത്? പിന്നല്ലാതെ. ചേച്ചി പറഞ്ഞ ഞാൻ അങ്ങനെ ചെയ്യാതിരിക്കോ? ഉപ്പെല്ലാം പാകത്തിനല്ലേ ഇട്ടിരിക്കുന്നേ? ഉപ്പ് അധികം കഴിക്കാൻ പാടില്ലെന്ന ഡോക്ടർ പറഞ്ഞിരിക്കുന്നേ. എല്ലാം പാകത്തിലാ ചേച്ചി. ഈ ചമ്മന്തി കഴിച്ചു കഴിയുമ്പോ ചേച്ചിക്ക് മനസ്സിലാവും ഇതുവരെ കഴിച്ചതൊന്നും ചമ്മന്തിയേ അല്ലായിരുന്നു. കഴിക്കും. ഇതാണോടെ നിന്റെ പാകം? എന്നെ കൊല്ലാൻ വേണ്ടി നീ ഉപ്പിട്ട് കലക്കിയിരിക്കുക. നിന്നെ ശരിയാക്കി തരാടി. കഴിക്കടി. ഇത് മുഴുവൻ നിന്നെ കൂടി ഞാൻ കഴിപ്പിക്കും. കഴിക്കടി. കഴിക്കാൻ. ചേച്ചി, ചമ്മന്തിക്ക് ഒരു കുഴപ്പമില്ല. ഉപ്പ് കൂട്ടിട്ട് അത് വായിലെടുത്ത് വെക്കാൻ കൊള്ളത്തില്ല. ഉപ്പ് അങ്ങനെ വരെ വഴിയില്ല. എന്നാ കഴിക്കടി, ഇല്ലെങ്കിൽ കൊല്ലുന്നില്ല ഞാൻ. കഴിക്കടി. കഴിക്കടി. ഉപ്പില്ലേ? എന്റെ പൊന്നു ചേച്ചി, എനിക്കറിയില്ല ഇതിനകത്ത് ഇത്ര ഉപ്പ് എങ്ങനെ വന്നു. ഞാനല്ല ഇതിട്ടത്. പിന്നെ ആരടി ഉപ്പിട്ട? നിന്റെ തന്തയോ? നിന്നെ ഇന്ന് കഴിപ്പിച്ചേ വിടത്തുള്ളൂ. കഴിക്കടി. കഴിക്കാൻ. മൊത്തം കഴിച്ചോണം. അവിടെ നിക്കടി. അവിടെ നിക്കാൻ. എനിക്ക് ഉപ്പ് വാരിയിട്ട് കൊണ്ടുവന്നില്ലടി. നിന്നെ ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ട് വാടി. എനിക്ക് കറിയിലും ഉപ്പ് വാരിയിട്ട് നോക്കുന്നോളാം. ഉപ്പ് വാരിയിട്ട് ചമ്മന്തി എല്ലാം കൂടെ എന്നെ കൊണ്ട് കഴിപ്പിച്ചു മോളെ. നീ ഉണ്ടാക്കുന്ന ചമ്മന്തി സൂപ്പറാന്നല്ലേ പറഞ്ഞേ? എനിക്കറിയില്ല അതിനകത്ത് എങ്ങനെ ഉപ്പ് കൂടിയെന്ന്. സത്യം പറ, നീ ഇട്ടതല്ലേ? എന്റെ ദൈവമേ, ദൈവദോഷം പറയരുത് കേട്ടോ. ഞാൻ ആ ഭാഗത്തേക്ക് വന്നിട്ട് പോലുമില്ല. പിന്നെ അത് ആര് ചെയ്തതാ? നീ അല്ലാതെ ആരാ? മിക്സിയിലിട്ട് അടിച്ചപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഇങ്ങനെ എന്തേലൊക്കെ സംഭവിക്കുന്നു. മിക്സിയോ? ആ, അപ്പൊ ആ ചമ്മന്തി അമ്മയിലിട്ട് അരച്ചതല്ലേ? എവിടെ ചോദിച്ചപ്പോ ഇവള് പറയാ ആ വട്ടത്തേക്ക് ഇതൊക്കെ മതിയെന്ന്. അത് ശരി, എന്നെ വട്ടത്തിന്ന് വിളിച്ചല്ലേ? ചേച്ചി ക്ഷമിക്കേച്ചി, ഇത്തവണത്തേക്ക് ക്ഷമിക്കേച്ചി. അതേ മോളെ, ഇത്തവണത്തേക്ക് വിട്. അച്ഛൻ പറഞ്ഞോണ്ട് ഞാൻ വിടുവാ. ഇനി ഇത് ആവർത്തിച്ചാലുണ്ടല്ലോ.
നിന്റെ വിരൽ കടിക്കുന്ന ചമ്മന്തി. ഞാനല്ല, ഞാനോ ചതിച്ചതാ. ഉറപ്പായിട്ട് ഞാനല്ല. എന്നാലും ആരാ ചമ്മന്തിയിൽ ഉപ്പിട്ടതെന്നാ? ഞാൻ അല്ലാതെ ആരാ? അത് ശരി. ഞാൻ പറഞ്ഞില്ലേ അവളുടെ കഷ്ടകാലം തുടങ്ങിയെന്ന്, അതിനു വേണ്ടി ചെയ്തതാ. തുടക്കം എങ്ങനെ ഉണ്ടായിരുന്നു? ഗംഭീരായിരുന്നു. ഇതിലും ഗംഭീരമായിരിക്കും ഇനിയും വരാൻ പോകുന്ന സംഭവങ്ങൾ. എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരാളാ അവള്. ഭക്ഷണത്തിൽ വല്ല വിഷവും കലക്കി തന്നാ എങ്ങനെ അറിയാൻ പറ്റും? അതറിയാനുള്ള വഴികളൊക്കെ എന്റെ കയ്യിലുണ്ട്. അവൾ എനിക്ക് എന്തുണ്ടാക്കി തന്നാലും ഞാൻ അത് ആദ്യം അവളെ കൊണ്ട് കഴിപ്പിക്കും, എന്നിട്ടേ ഞാൻ കഴിക്കൂ. ആ അത് മതി. ആ പിന്നെ അവിടെ തരുന്ന മരുന്നൊന്നും കഴിക്കാൻ നിൽക്കണ്ട കേട്ടോ. ഒറിജിനൽ ആണോന്നൊന്നും അറിയാൻ പറ്റില്ലല്ലോ. അതിനാര് മരുന്ന് കഴിക്കുന്നു? എന്റെ അസുഖം മാറിയില്ലേ? ഇനി എല്ലാം ആക്ടിങ് ആയിരിക്കും. കഴിച്ചെന്ന് വരുത്തും, തുപ്പിക്കളെ. ആ അത് കൊള്ളാം. അതാവുമ്പോ ആർക്ക് സംശയം തോന്നൂല്ല, മരുന്നൊട്ടകത്ത് ചെല്ലുമില്ല. ആകെയുള്ള വിഷമം ഇവിടെ ഉള്ളവരെ കുറിച്ച് ഓർക്കുമ്പോഴാ. അവർക്കറിയില്ലല്ലോ നമ്മൾ കളിക്കുന്ന നാടകം. എല്ലാം നല്ലതിനാണെന്ന് വിചാരിക്കാം, അല്ലാതെ എന്ത് ചെയ്യാനാ അല്ലേ? അതെ. കാണാതെ പോയ ചേച്ചിയെ കണ്ടു കിട്ടിയില്ലേ? ആ സന്തോഷത്തിലാ ഇവിടെ എല്ലാരും. പിന്നെ ഈ ഓർമ്മക്കുറവ്, അതിലെല്ലാവർക്കും ഒരു സങ്കടമുണ്ട്. ഒപ്പം അല്പ ആശ്വാസമുണ്ട്. കയ്യിൽ കിട്ടുമ്പോഴുള്ള അവസ്ഥയെന്ന് ചേച്ചി ഒരുപാട് മാറിയല്ലോ. ഈ ഓർമ്മക്കുറവും അങ്ങനെ മാറുന്ന എല്ലാരും വിശ്വസിക്കുന്നത്. എന്തായാലും ചന്ദ്രയെ വെറുതെ വിടണ്ട. ചേച്ചിയെ തല്ലി വീഴ്ത്തി അവളെ മുഖത്തോട് മുഖം നോക്കി നിന്ന് തല്ലണം. അത് ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. കരയണം അവള്, അതെനിക്ക് കാണണം. ആ പിന്നെ എല്ലാ ദിവസവും ഇങ്ങ് വന്നേക്കണം. നിന്നെ കാണുന്നതാ എനിക്കൊരാശ്വാസം. ഞാൻ വരും ചേച്ചി. എല്ലാ ദിവസവും കൃത്യസമയത്ത് തന്നെ ഞാൻ ചേച്ചിയുടെ മുന്നിൽ ഉണ്ടായിരിക്കും.